ഇത് പഴയ കാറിന്റെ ലൈറ്റാ, മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്ക്. പെണ്ണുങ്ങളുടെ സൗന്ദര്യം കൊണ്ടല്ല, ഈ ഗോൾഡൻ കളർ അടിക്കുന്നോണ്ടാണ് ആ ഒരു ഭംഗി വരുന്നത്. നമ്മള് രണ്ടുപേരും കൂടി നാമം ജപിക്കാനിരിക്കുന്നതല്ല, വിളക്കുകൾ കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. ഇത് ചെറിയ വിളക്ക് ആണ്. ഇതിലും ചെറിയ വിളക്ക് എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇതും കൊണ്ട് കുത്താൻ പറ്റും. അത്യാവശ്യം ഒന്ന് വീണാ പോലും. അതാ, ഇനി ഇത് നല്ല റെയർ ആയിട്ടൊരു വിളക്കാണ്. ഇത് നല്ല പഴക്കമുള്ള ആദ്യമേ തോന്നില്ല. ഇത് തൊട്ട് 280 വിളക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വെറൈറ്റി വിളക്കുകളുടെ കളക്ഷൻ നമ്മുടെ സന്തോഷേട്ടന്റെ അടുത്ത്. അതെ തന്നെ, ഈ വാസ്തു വിളക്ക് കിട്ടാൻ പാടാണ്. അയിരൂരുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു സാധനമാണ് കളരി വിളക്ക്. അങ്ങനെയുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ തന്നെ. ഓക്കെ, ലോകത്ത് രണ്ടിടത്തേ ഉള്ളൂ. ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലും ഒന്ന് നമ്മുടെ ശിലാ മ്യൂസിയത്തിലും. പത്മനാഭസ്വാമി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണ്. ഇത് പക്ഷെ നേരെ കിടക്കുക. ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുവാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് വെള്ളോടാണ് ഏറ്റവും കൂടുതൽ ചേർന്നേക്കുന്നത്. അതുകൊണ്ടാണ് കളർ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ ഇച്ചിരിയുള്ള പുട്ടൊക്കെ കഴിക്കാം. ഇതൊരു 3 പേര് കഴിക്കും. ഇപ്പം ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ട് ബന്ധപ്പെട്ട ദോഷമൊക്കെ മാറുമെന്നാണ് പറയുന്നത്. 1930 കാലഘട്ടത്താണ് ഈ സാധനം. പെട്രോമാക്സ് ആയത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കാണ് രാവണ വിളക്ക്. കണ്ടിട്ടേ ഇല്ല. പല ടൈപ്പ് വിളക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടമായോണ്ടാണ് അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ല, കൗതുകത്തിന് വേണ്ടിയുള്ള. എന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഇത് ചെറിയ വിളക്ക് ആണ്. ഇതിലും ചെറിയ വിളക്ക് എന്റെ കയ്യിലിരിപ്പുണ്ട്. നഖം ഇങ്ങനെ വെച്ചേ, ഈ നഖം ഇങ്ങനെ വെച്ചേ, ഇതിന് മുകളിൽ വെക്കാൻ നോക്കിയേ. ഇരിക്കത്തില്ല. കൈവെള്ള വെച്ചേ. കണ്ടോ, വളരെ ചെറിയ സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഇതാ സാധാരണ ചെറിയ വിളക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ വിളക്കാണ് ഈ കാണുന്നത്. ഇത് തൊട്ട് 280 വിളക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വെറൈറ്റി വിളക്കുകളുടെ കളക്ഷൻ നമ്മുടെ സന്തോഷേട്ടന്റെ അടുത്തുണ്ട്. സന്തോഷേട്ടൻ അതും കൂടെ എനിക്കത് കാണാം. തീർച്ചയായിട്ടും കാണാം. കണ്ടിട്ടേ പോകും. ഇത് ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ഓരോ വിളക്കിനും നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. ഇത് ഇങ്ങോട്ടിരിക്കട്ടെ. ഇതാണ് കളരി വിളക്ക്. കണ്ടോ, മറ്റേ കേട്ടിട്ടില്ലേ, കളരി വിളക്ക്, അങ്ങനെയുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തന്നെ. ഓക്കെ, അപ്പൊ ശരിക്കും ഈ വിളക്കിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇതിന് താഴെ തൊട്ടുള്ള വർക്കിന് തട്ടിനൊക്കെ ഓരോ കണക്കുണ്ടെന്നാ പറയുന്നത്. അവർ പറയുന്നത് ഇതിന് പ്രത്യേകം കണക്കുണ്ട്. ഇതാണ് കളരിയിലെ ഇത്. കണ്ടോ, ഇത് കയ്യിൽ ഒരു ആയുധമുണ്ട്, ഒരു പരിചയമുണ്ട്. പഴയ മുഖമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുഖമല്ല, പഴയ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഈ വടക്കൻ ജില്ലകളിലൊക്കെ നമുക്ക് ഈ തെയ്യം കോലം അങ്ങനെയൊക്കെ പറയത്തില്ല, അതേപോലുള്ള മുഖമാണ് ഈ വന്നിരിക്കുന്നത്. ഇത് താഴോട്ടും തട്ടും അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വിളക്ക് തിരിയിട്ട് കത്തിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു വിളക്കുണ്ട്. എത്ര കൊല്ലം പഴയതാണ് ചേട്ടാ? ഇത് ഉണ്ടാവും, നമുക്ക് അങ്ങനെ പറയണ്ട. എല്ലാം ഓർമ്മ കിട്ടും. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കാണ് രാവണ വിളക്ക്. കണ്ടിട്ടേ ഇല്ല. ഇത് റെയർ ആയിട്ടൊരു സാധനമാണ്. ഇതിന്റെ തട്ട് കണ്ടോ, താഴേന്നേ നല്ല പണിയാണ്. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒന്ന് പിടിച്ചു നോക്കി, അല്ലയോ, വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഇത്രയും എണ്ണ നിറയ്ക്കാൻ പറ്റും മേളില്. എന്നിട്ട് ഈ രാവണന്റെ 10 തല ഇത് കണ്ടോ, ഒന്ന് തിരിച്ച് കാണിക്കാം. കണ്ടോ, ഇതിനകത്ത് മേളില് തിരിയിടാൻ പറ്റും. എന്നിട്ട് കത്തിക്കാം. ഏകദേശം 1-2 ദിവസം വരെ കത്തി നിൽക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എണ്ണ ഇതിനകത്തുണ്ട്. അതുപോലെ ഈ ഒരു വിളക്കെന്ന് പറഞ്ഞിട്ട് ബാലി പോലുള്ള സ്ഥലങ്ങളാണ് ഇത് കൂടുതലായിട്ടുള്ളത്. സാധാരണ ഇതിന് മേപ്പോട്ട് ഇത് വരുന്നതാ, പക്ഷെ അതില്ലാതുള്ളൊരു സാധനമാണിത്. വളരെ റയറാ. ഇനി അകത്തോട്ട് കുറെ വിളക്കുണ്ട്, നമുക്ക് അതും കാണാം. നമ്മള് രണ്ടുപേരും കൂടി നാമം ജപിക്കാനിരിക്കുന്നതല്ല, വിളക്കുകൾ കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. ഇതൊരു അടിപൊളി വിളക്കാട്ടോ. ഇതിന്റെ വർക്ക് ഒന്ന് കണ്ടു നോക്കിയേ. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വർക്കാ. ഇതിനകത്ത് തമിഴിൽ എഴുതിയിട്ടുണ്ട്. പഴയ മലയാളം തമിഴ് ചേർന്നുള്ള ലിപിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് ഈ തിരി കണ്ടോ, തിരി ഇടാവുന്ന 1 2 3 4 5 6 7 8 9 10 11 തിരി ഇടാം. 11 തിരിയാന്ന് വിളക്കാം. ഇതിന് താഴ്വശം കണ്ടോ, ഇത് ഒരു പ്രത്യേക തരം വർക്കാണ്. കാരണം ഇത് ഞാൻ ഇങ്ങനെ പ്രത്യേകം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വർക്കുകൾ കുറവാണ്, അതുകൊണ്ട് അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിളക്കാം. ഇത് ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ വിളക്കാണ്. ഈ വിളക്കിന് പല ടൈപ്പ് വിളക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടമായോണ്ടാണ് അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ല, കൗതുകത്തിന് വേണ്ടിയുള്ള. ഇനി ഇത് ഒരു കെടാവിളക്കാണ്. ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇത് അഴിക്കാൻ പറ്റും. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ നിറയ്ക്കും. ഇപ്പൊ ഇവിടം വരെ എണ്ണ നിൽക്കും. എന്നിട്ട് തൂക്കിയിടും. ഇത് ഇവിടെ ഇങ്ങനെ ഒരു കാളയുടെ തലയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ തിരിയിടുന്നത്. അപ്പൊ ആവശ്യത്തിന് എണ്ണ വന്നോണ്ടിരിക്കും. ഈ 3 വശവും ഇങ്ങനെ തെളിയിക്കാൻ നിൽക്കും. അപ്പൊ ഒത്തിരി സമയം ഇത് കത്തി നിൽക്കും. അങ്ങനെ ഒരു വിളക്കായത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മുമ്പേ കണ്ടതിന് ഇത് തൂക്കുളത്തിനകത്ത് പെട്ടതാ. ഇതും ഒരു വേറെ ടൈപ്പ് ഒറ്റ വാർപ്പായത്. ഒറ്റ വാർപ്പിലുള്ള വിളക്കായത്. ഇത് വെള്ളി ചേർന്നുള്ളതാണ്. ഇത് ഒറ്റ വാർപ്പാണ്, ഒറ്റ വാർപ്പുള്ള വിളക്കാണ്. ഇനി ഇത് ശിവലിംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിളക്കാണ്. കണ്ടോ, ഇതിന്റെ ചങ്ങലയൊക്കെ പ്രത്യേകതരമായിട്ടുള്ള ചങ്ങലയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു വിളക്കാണ്. അപ്പൊ ഇത് കൂടാതെ ഇനിയുള്ള വിളക്കുകൾ ഇനി അകത്താണ്. അടുത്തൊരു റയർ വിളക്ക് കാണാം.
ഒരു അടിപൊളി വിളക്ക് ഞാൻ അത് നമ്മളത് ലോകത്ത് തന്നെ രണ്ടെണ്ണേ ഉള്ളൂ. ആ. ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലും ഒന്ന് നമ്മുടെ ശിലാമ്യൂസിലുമാണ്. നമുക്ക് അന്ന് കണ്ടാലോ? അതെ, കാണാം. നമ്മൾ ഈ കാണുന്ന വിളക്കെന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടൊരു വിളക്കാണ്. നമ്മൾ ഉണ്ടാക്കിയതായത്. ഇത് അയിലൂറുള്ള എന്റെ സുഹൃത്തിനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അടിപൊളി ഒരു വിളക്ക്. ഇത് ലോകത്ത് രണ്ടിടത്തേ ഉള്ളൂ. ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലാണ്. അത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചങ്ങലെല്ലാം മെഴുകുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനിടയ്ക്ക് ഒരു മണിയൊക്കെ ഉണ്ട്. ദേ ഇവിടെ പത്മനാഭസ്വാമി ഇങ്ങനെ കിടക്കുന്നത്, ഇവിടെ ശംഖുണ്ട്, ദേ ഇവിടെ ഒരു മയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇവിടെ രണ്ട് സ്ഥലത്ത് വ്യാളിയുണ്ട്, ഇവിടെ ഒരു മണിയുണ്ട്, കണ്ടോ? അപ്പൊ ഇതൊരു റെയറായിട്ട് വാർത്ത ഒരു വിളക്ക്. ഇവിടെ തിരിയിട്ട് കത്തിക്കാം. ഇത് സാധാരണ പത്മനാഭസ്വാമി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണ്. ഇത് പക്ഷെ നേരെ കിടക്കുന്നത്. ഇതൊരു റെയർ ആയിട്ടുള്ള. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഇനി വിളക്കിന്റെ വലിയൊരു ഉത്സവം തന്നെ കാണാം. സന്തോഷേട്ടാ, അപ്പൊ നമ്മള് മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു റെയർ വിളക്കാണ്. റെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും നമ്മുടെ താലത്തിന്റെ കൂടെ ഒക്കെ പൊക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. പഴയ ടൈപ്പായത്. വെയിറ്റ് നോക്കിയേ, വെയിറ്റ് വളരെ കുറവല്ലേ? പക്ഷെ ഇപ്പൊ വരുന്നതിന് വെയിറ്റ് കൂടുതലാണ്. ഇത് വെയിറ്റ് വളരെ കുറവാണ്. കാരണം കുറെ ദൂരം ഇങ്ങനെ സ്ത്രീകള് പണ്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഈ ഒരു ഇവിടെ എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിച്ചു കഴിയുമ്പം ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ പോകുമ്പം ആ വെട്ടമാണ് മുഖത്തടിക്കുന്നത്. അപ്പൊ ഇരുട്ടത്ത് അത് കാണാൻ നല്ല രസമുണ്ട്. അതിന് കാര്യം എന്താന്ന് ചോദിച്ചാല് ഒരു ഗോൾഡൻ കളറാ മുഖത്ത് വരുന്നത്. അപ്പം പെണ്ണുങ്ങളുടെ സൗന്ദര്യം കൊണ്ടല്ല, ഈ ഗോൾഡൻ കളർ അടിക്കുന്നോണ്ടാണ് ആ ഒരു ഭംഗി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത്. ഇനി അടുത്ത നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് 21 തിരി ഇടാവുന്ന വിളക്കാ. നമുക്ക് 21 തിരിയുണ്ട് ഇതിനകത്ത്. ഇത് സെന്ററിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കത്തിക്കാം. ഇത് തുറക്കാം. എന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നെയ്യ് തുറക്കാൻ പറ്റും. ഇത് താമരയാണ് ഇവിടെ, കണ്ടോ? ഇതിന് അടിവശത്തെ വർക്ക് കണ്ടോ? ഇതെല്ലാം അടിപൊളി വർക്കാണ്. പണ്ടത്തെ കാലത്തെല്ലാം നല്ല സൂപ്പർ ആയിട്ടാ ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് അതിനൊക്കെ ഓരോരോ കണക്കുകൾ ഉണ്ടല്ലേ? ക്ഷേത്രങ്ങളൊക്കെ പണിയുമ്പോ അതിനകത്ത് പ്രത്യേകം കണക്കുകൾ. പിന്നെ ഓരോ ക്ഷേത്രത്തിനും അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്യുന്നത്. ക്ഷേത്രത്തിന് പ്രത്യേക വിളക്കുകൾ കാണും. അപ്പൊ അങ്ങനെ അനുസരിച്ച് ഇത് കണ്ടോ, ഇത് ഓലയൊക്കെ എഴുതാൻ വേണ്ടിയുള്ള ഓല എഴുതാനായിട്ട്. ഇത് പാത്തി വിളക്ക് എന്ന് പറയും. എണ്ണ ഒഴിച്ചിട്ട് ഇവിടുന്ന് ഇത്രയും തിരിയിട്ട് കത്തിക്കാം. ഇത് ആൽ വിളക്ക് എന്ന് പറയും. ഇത് നമ്മൾ ചിലത് കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ആൽ വിളക്ക്. ഇതിന്റെ ഗരുഡനായിട്ട്. ഇത് കവരവിളക്ക് എന്ന് പറയും. ഇത് നല്ല രസകരമായിട്ടൊരു വിളക്കാണ് കവരവിളക്ക്. ഇത് അതുപോലെ താക്കോൽ വിളക്ക്. താക്കോൽ വിളക്കിന്റെ പ്രത്യേകം അറിയോ? ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ താഴോട്ട് നീക്കാം. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് അത്രയും ഹൈറ്റ് മതി. മനസ്സിലായി? ഇനിയിപ്പോ ഇച്ചിരി ഹൈറ്റ് വേണം. ഇവിടെ പണ്ടത്തെ താഴ് പോലെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഈ താക്കോലിലാണ് ലോക്ക് ആവുന്നത്. ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഇത് അടിപൊളി വേറൊരു ടൈപ്പ് വിളക്ക്. ഇതിന്റെ വർക്കും നല്ല രസമുള്ള വർക്കല്ലയോ? അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇതിനകത്ത് മലയാളം എഴുത്തൊക്കെ ഉണ്ട്. താഴെ മലയാളം എഴുത്തുണ്ട്. നല്ല പഴക്കമുള്ള വിളക്കാ. ഇതെല്ലാം പഴക്കമുള്ള വിളക്കുകളാണ്. ഇങ്ങനെ പലതായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് ഷേപ്പിനും ഇതിനെ അടിവശത്തൊക്കെ വർക്കിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനെല്ലാം വേറെ വേറെ വ്യത്യാസമുണ്ട്. ഇതാണ് കുത്തുവിളക്ക്. ഇങ്ങോട്ട് കുത്തുവിളക്ക്. കുത്താൻ പറ്റും. അത്യാവശ്യം ഒന്ന് വീണാ പോലും ഇത് വയറിൽ അല്ലാതെ വന്ന് കയറും. അങ്ങനെ ഒരു സാധനമാണ് കുത്തുവിളക്ക്. നമ്മള് ചില സിനിമകളിലൊക്കെ കൊത്തിയായിട്ട് പോകുന്നത്. പക്ഷെ ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് അതുപോലെ താഴെ വർക്ക് ഉണ്ടോ? ഭയങ്കര രസമാണ്. ഇങ്ങനത്തെ വർക്കുകളാ കൂടുതലാ. ഇത് മൊത്തം വർക്കാ കേട്ടോ. നല്ല രസമുള്ള വർക്കുകളാണ്. അപ്പൊ ഈ വിളക്കിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഇതേപോലുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇത് നീ അങ്ങോട്ട് നീക്കിയേ. ഇത് മയിലുണ്ട്. ഇത് വെള്ളോടാണ് ഏറ്റവും കൂടുതൽ ചേർന്നേക്കുന്നത്. അതുകൊണ്ടാണ് കളർ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ശരിക്കും ഇപ്പോഴുണ്ടാക്കുന്നില്ല, ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല ഇപ്പം. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വാസ്തുവിളക്കാണ്. ഇത് വാസ്തുവിളക്കാണ്. ഇത് വാസ്തുവിളക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ട് ബന്ധപ്പെട്ട ദോഷമൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ചുള്ള വിളക്കാണ് വാസ്തുവിളക്ക്. ഇതിനകത്ത് ഒരുപാട് വർക്കുണ്ട്. നല്ല വർക്ക്. ഇത് ആമയുണ്ട് താഴെ. ഇവിടെ ആന തന്നെ പല അതുപോലെ തന്നെ ശംഖുണ്ട്, 2 ആനയുണ്ട്, പല്ലിയുണ്ട്, നെല്ലുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് പല സ്ഥലത്തായിട്ട്. ഇവിടെ ഒരു കെട്ടുണ്ട്, പവിത്ര കെട്ടുണ്ട്. ഇപ്പുറത്ത് ഓമുണ്ട്. അങ്ങനെ രീതിയിലായി ഈ വിളക്ക്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വാസ്തുവിളക്ക്. കോമൺ ആയിട്ട് കാണുന്നത് ഈ വാസ്തുവിളക്ക് കിട്ടാൻ പാടാണ്. അയിലൂരുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഇത് ആമ വിളക്കാണ്. ഇത് വേറൊരു ടൈപ്പ്. ഇനി ഇത് വേറൊരു സൈസ് വിളക്ക് കണ്ടോ. ഇത് അടിവശം കണ്ടോ. ഇതിന് ഇപ്പൊ എത്ര എണ്ണ വീടാനും താഴെ കിടക്കത്തുള്ളൂ. അങ്ങനെയുള്ള വിളക്കാ ഇത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് 2 ഇതും കൂടെ ചെയ്യാവുന്നതാ. ഇതിനകത്ത് മേളി നമുക്ക് മണ്ണെണ്ണ ഒഴിച്ചും കത്തിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കാം. ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റും. 2 ടൈപ്പ് ആയിട്ടുള്ള വിളക്കായത്. അപ്പം വിളക്കെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് തൂക്കുവിളക്കുകൾ നമുക്കൊന്ന് കാണാം. ഇത് കെടാവിളക്കെന്ന് പറയും. ഇതിന്റെ ഭംഗിയെ നോക്കിയേ. ഇതൊരു പ്രത്യേകതരം മെറ്റലാ. ഇതിന്റെ ചങ്ങലയെ കണ്ടോ, വേറൊരു മെറ്റലായത്. തറവീണ പൊട്ടിപ്പോകുന്നത്. ഇത് 2 സൈഡ് 2 കോഴിയാ. ഇതിനകത്ത് എണ്ണ നിറയ്ക്കും. എണ്ണ നിറച്ചിട്ട്
ഇതുവഴി ഇങ്ങനെ കറക്റ്റായിട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴും. എന്നിട്ട് കത്തിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വിളക്കായത്. ഇതും റെയർ ആയിട്ടൊരു വിളക്കാ. ഇനി അടുത്തൊരു വിളക്ക് കാണിക്കാം. ഇനി ഒരു വിളക്ക് കാണിക്കുന്നത് ഇത് കിണ്ടി വിളക്ക് എന്ന് പറയും. ഇത് 2 തിരിയിടാം, അത് 1 തിരിയിടാം. കണ്ടോ, ഇത് 1 തിരിയിടാം, 2 തിരിയിടാം. എന്താ അതിന് കാരണം എന്നറിയോ? പണ്ട് കാലത്ത് കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വിളക്കിന് പ്രാധാന്യമായിരുന്നു. എത്ര സമയം കത്തി നിൽക്കും, ഒരു വർഷം കത്തിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള വിളക്കുകളാണ് ഇതെല്ലാം. ഇനി കുതിരവിളക്കൊന്ന് കാണിക്കാം. ഇത് കുതിരവിളക്ക് കണ്ടോ, ഇത് കുതിരവിളക്ക കണ്ടോ. ഇനി നമ്മുടെ തക്കലുള്ള ഒരു കുതിരവിളക്ക് ഉണ്ടല്ലോ, തക്കല വെറൈറ്റി ഉള്ള അത് നമുക്ക് കാണാം. ഇതിന്റെ ഇടയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇതിന്റെ ഇടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, ഒരു പുട്ടുകുറ്റി ഉണ്ട് ഇവിടെ. ഇതിന്റെ അകത്തേ ഒരു പുട്ട് നമ്മൾ സാധാരണ ഇപ്പൊ ഇച്ചിരിയുള്ള പുട്ടൊക്കെ കഴിക്കാം. ഇതൊരു 3 പേര് കഴിക്കും. ഇപ്പം നമ്മള് കാണിച്ചു തരാം അതിന്റെ ഒരു വലിപ്പം. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ അല്ല, അന്ന് പക്ഷെ കഴിക്കുവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോഴുള്ള പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട്, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ് പഠിച്ച് വളർന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് ശരിക്കും എൻ്റെ അച്ഛൻ എൻ്റെ കാലത്ത്, എൻ്റെ ഒരു ഓർമ്മയായ കാലത്ത് മണ്ണെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെറൈറ്റിയാ. ഇത് കണ്ടോ, ഒരു കിളിയുടെ കൂട്ടൊക്കെ വന്നിട്ട്, പക്ഷെ മണ്ണെണ്ണ വിളക്കാ. കിളിയുടെ കൂട്ടുള്ള ഇതൊക്കെ ഉണ്ടായിട്ട് തിരിയിട്ട് കത്തിക്കാൻ പറ്റും. ഈ സാധനമൊക്കെ അങ്ങനെയുള്ളതാ. ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങളില് നമ്മളിങ്ങനെ ഒഴിഞ്ഞെടുക്കത്തില്ല, ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ അങ്ങനെ ആരതി ഒഴിയാനായിട്ട്. ഇത് പവിത്രക്കെട്ടൊക്കെ ഉണ്ടോ, അങ്ങനെ ഒരു വിളക്കായത്. ഇനി ഇത് നല്ല റെയർ ആയിട്ടൊരു വിളക്കാണ്. ഇത് നല്ല പഴക്കമുള്ളത്. തോന്നത്തില്ല. ഇതിനകത്ത് എണ്ണ നിറയ്ക്കും. ഇത് കുരിശും ദേ ഇവിടെ ഒരു മാന്റെ കൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടവര് പറയുന്നത് നല്ല പഴക്കമുള്ള വിളക്കെന്നാ. കൃത്യമായിട്ടൊരു പഴക്കം എനിക്ക് അറിയത്തില്ല. ഇതൊന്ന് ചിരണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയില്ല. നല്ല പഴക്കമായിട്ട് കിട്ടിയതായത്. ശരിക്കും ഇതിന് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഒരു പഠനം നടത്താതിരിക്കും. ഇത് വെണ്ണയാ, എണ്ണ ഒഴിച്ചിട്ടാ കത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുവാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് നമുക്കൂടെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിളക്കാണിത്. ഇനി പിന്നെ ഇതെല്ലാം വിളക്കുകളാ. വിളക്കിന്റെ തന്നെ നമുക്ക് കാണിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്. അവിടെ എല്ലാം വിളക്കുകളാ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു വിളക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി വിളക്കാ. ഇതിപ്പോ നമുക്കേ ഇങ്ങനെ ചങ്ങല തൂക്കി കഴിഞ്ഞാൽ കറക്റ്റ് വാട്ടർ ലെവലായിട്ട് നിൽക്കും. ഇതിനകത്ത് തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നില്ല, കറക്റ്റ് ആ ലെവലിൽ നിൽക്കും എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ പണിഞ്ഞേക്കുന്നത് ഇത്. ആ വെയിറ്റ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ചു നോക്കി. ഇതിന്റെ കണക്കല്ലേ പണിയുന്ന കണക്ക്. അതാണ്. അപ്പൊ അങ്ങനെ കുതിര ചാടുന്ന രീതി തന്നെയാണ് ഇത്. തമിഴ്നാടിന്റെ ഡിസൈനാണ് ഈ എന്ന് പറഞ്ഞാൽ ആ ഒരു ശൈലിയാണ് പണിഞ്ഞേക്കുന്നത്. തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് കൊട്ടാരത്തിൽ ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിളക്കായത്. തമിഴ്നാട് വിളക്ക് എന്ന് പറയുന്ന ഒരു വിളക്കായത്. നമ്മൾ വിളക്കെന്ന് കേൾക്കുമ്പോഴേ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 1930 കാലഘട്ടത്താണ് ഈ സാധനം. ഇത് പെട്രോമാക്സ് ആയത്. പണ്ട് കാലത്ത് കത്തിക്കാൻ ഇതിന് താഴോട്ടുള്ള ലൈറ്റും ഒക്കെ ഉണ്ട്. അതിന്റെ താഴ്വശം പോയതാ. അപ്പൊ ഇത് പമ്പ് ചെയ്തിട്ടായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വിളക്കെന്ന് പറഞ്ഞാൽ ഒരു തുടക്കം വലിയ സംഭവം തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ 280 കൂടുതൽ വിളക്ക് നമ്മുടെ ശിലാമ്യൂസിയത്തിലുണ്ട്. വന്നാൽ ഇത് നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് പഴയ കാറിന്റെ ലൈറ്റാ. മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്ക്. കാറിന്റെ ഈ കാറിന്റെ 2 സൈഡിലും മണ്ണെണ്ണ ടാങ്ക് ഉണ്ടാവും ഫ്രണ്ടില്, ഇല്ലയോ, പഴയത്. അപ്പൊ അതിനകത്ത് ഇതിലേക്കൂടെ തിരിയിട്ടാൽ ഇവിടെ തിരിയണ്ടോ, എന്നിട്ട് ഇതിന് താഴെ മണ്ണെണ്ണ ഉണ്ടല്ലോ, കത്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വെട്ടം വരും. ഇത് ലെൻസാ, ഈ വെട്ടത്തിൽ കാണാം. ഇനിയിപ്പൊ ഇത് അടച്ചു കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു കല്ല, ഇതൊരു കല്ല. അപ്പൊ താഴെ ഇൻഡിക്കേറ്റർ പോലെ വെട്ടം വരും. ഇതുവഴി വെട്ടവും വരും, ഇൻഡിക്കേറ്റർ വരും. ഇപ്പോഴുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടിച്ചു പോകും. പണ്ട് ഈ വെട്ടേ ഉള്ളൂ, ഇതുവഴി പുക പോകാൻ പറ്റും. കണ്ടോ. അപ്പൊ അങ്ങനെയുള്ള വിളക്കാണിത്. പഴയ കാലത്തെ കാറിന്റെ ആദ്യ കാലത്തെ ലൈറ്റ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണ്. അടിപൊളി. ഈ വിളക്കിന്റെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കളക്ട് ചെയ്ത് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലേറെ പാടാണ്.